2025 സമസ്ത പാദവാർഷിക പരീക്ഷ 3ാം ക്ലാസ് ഖുർആൻ ഹിഫ്ള് പരീക്ഷ എങ്ങനെയാണ് അതുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഖുർആനിൻ്റെ പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ എത്രയാണ്? ഹിഫ്ള് മനഃപ്പാഠമാക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? ഹിഫ്ളിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പഴയ പുസ്തകം മാറി പുതിയ പുസ്തകമാണ്. അതടിസ്ഥാനത്തിൽ ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് വല്ല മാറ്റങ്ങളും ഉണ്ടാകുമോ എന്നീ സംശയങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. ഈ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി എന്നോണമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ ഓരോരുത്തരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഖുർആൻ പഠനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി 3-4 ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് തജ്വീദിന് പകരം തദ്രീബുത് തിലാവ എന്ന കിതാബാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തദ്രീബുത് തിലാവയെ കേവലം നമുക്കൊരു വിഷയമായി മാത്രം കാണാൻ പറ്റില്ല. ഖുർആൻ പാരായണ പഠനം ക്ലാസ്സുകൾ എടുക്കുന്ന ഉസ്താദ് തദ്രീബുത് തിലാവയോടൊപ്പമായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത് എന്ന നിർദ്ദേശം സമസ്ത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 3ാം ക്ലാസ്സിൻ്റെയും 4ാം ക്ലാസ്സിൻ്റെയും ഖുർആൻ പരീക്ഷ നടക്കുമ്പോൾ തദ്രീബുത് തിലാവ അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക. അഥവാ ഇനി മുതൽ 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് ഓരോ കുട്ടികൾക്കും ഓരോ ചോദ്യ പേപ്പർ വീതമുണ്ടാകും. അതിൽ തദ്രീബുത് തിലാവ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഖുർആൻ ഹിഫ്ളിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാകും. ഇതെല്ലാം സമസ്തയിൽ നിന്ന് നേരിട്ടറിയിക്കുന്ന സർക്കുലറിൽ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പരീക്ഷ നടത്തുന്ന ഉസ്താദ് പരീക്ഷയുടെ തുടക്കത്തിൽ ചോദ്യ പേപ്പർ എല്ലാ കുട്ടികൾക്കും നൽകി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതിപ്പിക്കുകയും തുടർന്ന് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഖുർആൻ പരീക്ഷയും ഹിഫ്ള് പരീക്ഷയും ചോദ്യ പേപ്പറിലെ നിർദ്ദേശപ്രകാരം നടത്തി മാർക്ക് നൽകേണ്ടതാണ്. ആ പേപ്പറിൽ തന്നെ തദ്രീബുത് തിലാവയുടെയും ഖുർആനിൻ്റെയും ഹിഫ്ളിൻ്റെയും മാർക്ക് ഉസ്താദ് നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഖുർആനിൽ നിന്ന് പഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഭാഗം സൂറത്ത് മുജാദല മുതൽ സൂറത്ത് മുർസലാത്ത് വരെയുള്ള ഭാഗങ്ങളാണ്. ഇതിൽ നിന്ന് എവിടെ നിന്നും ഏത് ആയത്തും നമ്മളെ കൊണ്ട് ഓതിപ്പിക്കാം. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ സൂറത്തുകളും ആയത്തുകളും കൃത്യമായി തദ്രീബുത് തിലാവയുടെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഓരോരുത്തരും പഠിച്ചു വെക്കുക. ഇനി അങ്ങോട്ട് ഖുർആൻ പരീക്ഷയ്ക്കും തദ്രീബുത് തിലാവ പരീക്ഷയ്ക്കും ഒരൊറ്റ പേപ്പറേ ഉണ്ടാകൂ. ആദ്യം തദ്രീബുത് തിലാവയുടെ പരീക്ഷാ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. എന്നിട്ടായിരിക്കും ഖുർആൻ പരീക്ഷ നടക്കുക. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു മോഡൽ പേപ്പറാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ജുമുഅയിൽ നിന്ന് 3 വരിയിൽ കുറയാതെ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. ഈ ഓതിക്കൊടുക്കുന്നതിന് മാർക്ക് നൽകുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നടത്തി ഓത്ത് ഉസ്താദ് കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ആ ശൈലിയിലും അതേ രൂപത്തിലും തന്നെയാണോ കുട്ടികൾ ഓതുന്നത് എന്ന് പരിഗണിക്കും. അതേ പ്രകാരം തന്നെ അക്ഷരശുദ്ധി ഉസ്താദ് പ്രത്യേകം പരിഗണിക്കും. ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ മഖ്റജുകളുണ്ട്. പ്രത്യേകിച്ച് നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ജൗഫിൽ നിന്നുള്ള അക്ഷരങ്ങളൊക്കെ തദ്രീബുത് തിലാവയിൽ പ്രത്യേകം കുട്ടികളെ പഠിപ്പിച്ചതാണ്. അതനുസരിച്ചൊക്കെയാണോ കുട്ടികൾ ഓതുന്നത്, മഖ്റജുകൾ കൃത്യമാണോ എന്ന് ഉസ്താദ് നോക്കും. അതേ പ്രകാരം തന്നെ തുടക്കം, വിരാമം, ഖുർആൻ ഓതുമ്പോൾ ഔദു, അതുപോലെ തന്നെ ബിസ്മി, വിരാമത്തിൻ്റെ സമയത്ത്, വഖഫ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഖുർആൻ ഓതിക്കഴിഞ്ഞ ഉടനെ സ്വദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുകൂടെ പരിഗണിച്ചായിരിക്കും മാർക്ക് നൽകുക. ഇനി നമുക്ക് ഹിഫ്ള് പരീക്ഷയുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതുപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കണമെന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിടുക. അഭിപ്രായങ്ങൾ അവസാനം അറിയിക്കുകയും ചെയ്യുക. ഏതൊക്കെ സൂറത്താണ് നമുക്ക് കാണാതെ പഠിക്കാനുള്ളത്? സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്. അതുപോലെ തന്നെ അൽ ഖാരിയ മുതൽ സൂറത്തു നാസ് വരെ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത് വരെ നമുക്ക് കാണാതെ പഠിക്കാനുള്ള സൂറത്തുകളാണ്.
ഹിഫ്ളിൻ്റെ ഭാഗം ഓതിക്കൊടുക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളും നിയമാവലികളൊക്കെ ശ്രദ്ധിച്ച് അക്ഷരപ്പിഴവുകളില്ലാതെ തന്നെ പ്രത്യേകം ഓതിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ഖുർആൻ സാവകാശം ഓതി ഹിഫ്ള് വേഗത്തിൽ ഓതിക്കൊടുക്കും ഉസ്താദിനെ പേടിച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ അക്ഷരങ്ങളും മഖറജൊക്കെ തെറ്റിപ്പോകും, മാർക്ക് കുറയാൻ അത് കാരണമാകും. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ ഒരു മോഡൽ ചോദ്യം വായിച്ചു നോക്കാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക. ഒന്നാമത്തെ ചോദ്യം, സൂറത്തു തകാസുർ, സൂറത്തുൽ കാരിയ എന്നിവയിൽ നിന്ന് ഒന്ന് പൂർണ്ണമായും, ഏതെങ്കിലും ഒരു സൂറത്ത് പൂർണ്ണമായും ഒരു കുട്ടിയെക്കൊണ്ട് ഓതാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഹിഫ്ള് സൂറത്തുകൾക്ക് പുറമെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഫിഖ്ഹിൽ നിന്ന് പഠിച്ച ദിക്റുകളോ ദുആകളോ ചോദിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ വയ്യ. ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കുകയില്ല. കാരണം ചോദിക്കാൻ തദ്രീബു തിലാവയിലെ ചോദ്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. അതിൻ്റെ കൂടെ ഫിഖിലെ ദിക്റോ ദുആഓ ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ദിക്റുകളും നിസ്കാരത്തിൽ ചൊല്ലുന്ന ദുആകളും മറ്റുമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോരുത്തരും നല്ല രൂപത്തിൽ ഖുർആനും ഹിഫ്ളിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ തദ്രീബ് തിലാവയുടെ മോഡൽ ചോദ്യ പേപ്പറുകൾ ഉത്തരസഹിതം വിവരിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.